ആശാൻ ഈ ടൈഫോയിഡ്, ജ്വരം, പിന്നെ ഇൻഫ്ലുവൻസ ഇങ്ങനത്തെ അസുഖങ്ങളെ കുറിച്ചൊക്കെ നമ്മളിവിടെ സുലഭമായിട്ട് കേൾക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മളെ സിദ്ധവൈദ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്നത് ഞാൻ അറിയാമെന്നുള്ളത് ഞാൻ പഠിച്ച രീതിക്കാണ് പറയുന്നത്. ഞാനൊരു ഡോക്ടറൊന്നുമല്ല. ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതനുസരിച്ചാണ് ഈ പറയുന്നത്. ഒരു ഭയങ്കരമായ ക്വസ്റ്റ്യനായ വാക്കാണ്. അതിപ്പോൾ ഈ ഇൻഫ്ലുവൻസ എന്ന് ഡയബൈഡ് എന്നൊക്കെ പറഞ്ഞ പനിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോഴതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ശാസ്ത്രമായിട്ട് പറയാം. ഇത് ഉണ്ടാവാൻ കാരണം ഈ നിയമസഭയുടെ സ്പീക്കറാണ്, നിയമസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. അതുപോലെ ദേവലോകത്തിൻ്റെ അധിപനാണ് ദേവേന്ദ്രൻ. ദേവേന്ദ്ര സദസ്സിൽ ഒരു സംഭവം ഉണ്ടാവും. വർഷത്തോറും ഇവിടെ സർക്കാരിൻ്റെ വാർഷിക കണക്ക് വരുമ്പോൾ അവരുടെ സൃഷ്ടിസ്ഥിതി കണക്കാൻ അവരുടെ കലാപരിപാടികളൊക്കെ അവിടെ നടത്തും. അപ്പോഴവിടെ കലാപരിപാടികൾ നടത്തുന്നിടത്താണ് താനാകും ദേവേന്ദ്ര സദസ്സിലേതാൻ ഊർവശിയും രംഭയുമായി നടനം ചെയ്യുക. ദേനാക വർണ്ണമിരു നാൻകും കെട്ടും ദയവാക കണ്ട് ദേവേന്ദ്രൻ ഊരാ മല എന്ത് നിനക്ക് എന്നാ വരം വേണം എൻ്റെ അവർ കേട്ടോ, നിനക്കെന്ത് വരം വേണം? ഇന്നത്തെ ദേവസദസ് വളരെ തൃപ്തിയായിരിക്കുകയാണ് നിങ്ങളുടെ നൃത്തമെന്ന് ചോ. അപ്പോഴും പറയും, അയ്യോ പ്രഭു, ഇത് പറയാനൊക്കില്ല. കാർത്തിവീരാർജുനാണ് കൊണ്ടുവന്നത് ഞങ്ങളെ. കാർത്തിവീരാർജുൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് വർണ്ണനാണ് കൊണ്ടുവന്നത്. ചോദിച്ചിട്ട് പറയാം. ഉടനെ തന്നെ വരാൻ പറഞ്ഞ് ഒന്ന് അങ്ങനെ ചോദിക്കുന്ന വരം തരണം, നിങ്ങൾ തരൂല്ല. ഇല്ല, എന്ത് വരാൻ വേണമെന്ന് ചോദിച്ചോളാം ശിവൻ പറയും. ഉടനെ തന്നെ ആനാലോ 1000 കൈ വേണമെൻ്റെ, 1000 കൈ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ 1000 കൈ നൽകി. അത് മാത്രം പോരാ, വർണ്ണൻ്റെ കൊട്ടാരത്തിൽ ശിവൻ 12 വർഷം മണിവശം നിലയ്ക്കുന്നവരെ കാവൽക്കാരനായിരിക്കണമെന്നാണ്. അതാണ് ബാണാസുര ഡാം. ആ വർണ്ണനാണ് കേരളത്തിൽ ഒരു ബാണാസുര ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. അങ്ങനെ ഒരു ഡാമില്ലേ ഇവിടെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ചോദിച്ചോണി, ചരിത്രമാണ്. ബാണാസുര ഡാമുണ്ട്. ശിവനെ കൊണ്ട് അവിടെ കൊണ്ട് കൊട്ടാരത്തിൽ കാവൽക്കാരനായി പോണത് വരവും വാങ്ങിച്ചിട്ട് ഇവൻ ചെയ്ത കാര്യം ഈരുമൻ്റെ ശിവം എന്ന് പറയുന്ന വായു എന്നാണ് അർത്ഥം. എൻ്റെ ശിവനങ്ങ് പറഞ്ഞു ഒരു നിവർത്തിയില്ല. എന്തായാലും ശിവന് നിൽക്കാതിരിക്കാൻ ഒക്കില്ല. ശിവൻ അവിടെ നിന്ന് പോയിക്കൊണ്ട് അവിടെ ആക്കി 12 വർഷം വിഷമപ്പെട്ടു. ഉടനെ തന്നെ ഇവൻ 1000 കൈ കൊണ്ട് ഇടവേ മന്നർ പലരോട് യുദ്ധം ചെയ്തവന് അരസർകളെ ഉടനെ തന്നെ ഈ രാജാക്കന്മാർ ഈ സൈന്യങ്ങളെ എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവൻ ദേവലോകവും പിടിച്ചടക്കാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എല്ലാ ദേവന്മാരെയും കൂടെ ബ്രഹ്മദേവനെ പോയി ശരണം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു വരം നൽകി. എന്തിനു നൽകിയത്? ഒരു പനി, ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ ഈ ഡയബൈഡ് എന്ന് പറഞ്ഞാൽ ജ്വരപ്പനി. അങ്ങനെ ഒരു പനി ഉണ്ടാക്കി. വാതജ്വരത്തിന് ആധാരം തലമോതിയായിടും. ദേഹത്തിലൊക്കെ ഈ നോവുണ്ടാകും. ഹൃദയത്തിൽ അലർച്ചയും, ദേഹത്തിൽ കുളിരും രൂക്ഷഭാവവും, മനം വരണ്ടും പോകും, വയറ്റിൽ അതിയായിടും, വേർവേർക്കെ ചുഴത്തിയിടും, വാതജ്വരിത ലക്ഷണം. ഇതിപ്പോൾ ആയുർവേദത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മഹാമുനി അഗസ്ത്യർ എഴുതിയ ശാസ്ത്രത്തിലുള്ളതാണ്. അപ്പോഴതിന് ഉടനെ തന്നെ ഈ ബാണൻ മരുന്നുകളെല്ലാം കൂടെ മുനിമാരെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടിട്ടിരിക്കുകയില്ല. മരുന്നുകൾ കൊടുത്താൽ എല്ലാം സുഖമാക്കി. അപ്പോൾ ബ്രഹ്മൻ്റെ കാര്യം ഒന്നും നടന്നില്ല. ഉടനെ വിഷ്ണു ഒരു ജനം ഉണ്ടാക്കി. ചുഴലിംഗ കണ്ട വസ്തുക്കൾ പറയാൻ അയച്ചിടും. ഉഷ്ണദാഹങ്ങൾ ഉണ്ടാകും, വെള്ളദാഹം, മലം, മൂത്രം, നേത്രവും മഞ്ഞളിച്ചിട്ട് വന്നിടും. ന്യൂനം പുത്തജടത്തിന് പുത്തക്കൂറിന് ഒരു പനി വരുന്നില്ല. അവൻ നടക്കാൻ തിന്നെ പെട്ടെന്ന് അവനെ കിടത്തിക്കളയും. അതിനും മറ്റോ മരുന്ന് കണ്ടുപിടിച്ച് നടത്തില്ലാന്നപ്പോൾ ശിവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോ? ഇതിനിടയിൽ അവിടെ വരം വാങ്ങി അവിടെ കാവൽക്കാരനെ നിർത്തിയിരിക്കണമെങ്കിലും അവർ സൃഷ്ടികർത്താക്കന്മാരില്ലേ, അവർക്ക് സന്ധിക്കാമല്ലോ. അവൻ കാണും, ബാണൻ കണ്ട കണ്ണിൽ പെടില്ലല്ലോ. അങ്ങേര് പിന്നെ ശ്ലേഷ്മജ്വരം, കഫത്താൽ പനി എന്നാകിൽ രുചിയൊന്നിനും ഇല്ല. ദേഹമൊട്ടും ഇളക്കിയിടും, മൂത്രം പോകാതെയും നിന്നിടും. മൂക്കിൽ ശ്ലേഷ്മം മുറ്റിയിടും. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ ജലമാണ്. എപ്പോഴും മൂക്കിൽ കൂടെ വെള്ളം അടിച്ചിട്ട് മൂക്കിൽ ശ്ലേഷ്മം മുറ്റിടും. മതിരിക്കുമായപ്പോഴും ജീവിതം ലക്ഷണം കണ്ടാൽ കഫജ്വരം എന്ന്. അപ്പോൾ കഫജ്വരം എന്തായാലും കഫജ്വരം സൃഷ്ടിച്ചല്ല, ഇതിനെയും വർണ്ണൻ രക്ഷപ്പെടുത്തി. അതിനും മറുവശം കണ്ടുപിടിച്ചു. ഉടനെ തന്നെ ശാഖവേ ഇത് കണ്ട് ശിവനാഥാനും ത്രിദോഷ ദുരന്തനെയും വകുത്ത് പണി. ഉടനെ ശിവൻ 3 കൂറും ഒത്ത് വന്നാൽ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിദോഷ കരത്തെയാണ്. അങ്ങനെ 64 ജ്വരനിധാനം 64 ഉണ്ട്. ഇതിൽ അസ്ഥിമാൻ വിഷജ്വരമുണ്ട്. അസ്ഥിയിൽ പറ്റി 90 ദിവസം വരെ ആശുപത്രി കിടന്ന് ചികിത്സിക്കുക, പനിയും കാര്യമായി വരുന്നതുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഇതിനെല്ലാം പേരുകളാണ് വേറെയും കൊടുക്കുന്നത്. ഇവർ വേറെ പേരുകളൊക്കെ കൂടെ. അതിന് 64 ജ്വരം അങ്ങനെയുണ്ട്. ബാണജ്വരം 8 ഉണ്ട്. അപ്പോൾ ആ ബാണാസുരൻ്റെ കോട്ടയാണ് വനമരത്തിൽ മാനന്തവാടിയിൽ ബാണാസുരൻ കോട്ടയിൽ പേരും കൊടുത്തിട്ട് അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. ബാണാസുര ഡാമുണ്ട്. ഇത് കേരളത്തിൽ നടന്നതാണ്. രാക്ഷസനാണ്.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിദ്യകൾ ഇതിനകത്തുണ്ട്. ഇതൊന്നും ഇപ്പം പുറലോകത്തില്ല. ഇത് കുംഭമുനി അഗസ്ത്യർ എഴുതിയതാണ്. ഇനി അഗസ്ത്യർ എഴുതിയ മറ്റൊരു വിദ്യയിലിനെ കുറിച്ച് ഇതിനെക്കാളും ഇതിലുള്ളതാണ്. ഇത് യുദ്ധകാണ്ഡത്തിൽ പറയുന്നതാണ്. ആ യുദ്ധകാണ്ഡത്തിൻ്റെ മൂട് ശാസ്ത്രം എങ്ങനെയാണ് വരുന്നത്? തിരുപുരത്തെ കനലാകായരുത്ത ഈശൻ ചെമ്മലരായ എന്നാളും ശിരനിൽ കൊണ്ട് വരും ഭൂമിയിൽ മാനുഷർക്ക് സുരനോയ് വന്നാൽ വരലാറും കൂറും വകை തെളിവായി ചൊൽവേൻ. അപ്പോഴേ തിരുപുരം എന്ന് പറയുന്ന സ്ഥലം എന്താണ്? തിരുപുരം എന്ന് പറഞ്ഞാൽ ഇത് മുപ്പുരക്കോട്ട. മുപ്പുരക്കോട്ട എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ മുപ്പുരക്കോട്ടയുണ്ട്. 64 ഗ്രാമങ്ങളുണ്ടെന്നാണ്. 64 കുടുംബങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 64 പേരും പിന്നെ ഹിന്ദുക്കളായിരുന്നു. ആര് ഹിന്ദുക്കൾ? മുസ്ലിങ്ങളാണ്. മുസ്ലിം ഹിന്ദു ആയിരുന്നിട്ടാണ് പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു പോകുന്നത്. ഇവർ ശിവനെ വെച്ച് ഭജിക്കുന്നവരാണ്. ശിവപൂജ ചെയ്യുന്നവർ, ശിവനെ ഭജിക്കുന്നവരുമായിരുന്നു. ഭയങ്കര ദുഷ്ടന്മാരും ശക്തന്മാരുമായിരുന്നു. ഇവരെ കൊണ്ടൊരു നിവൃത്തിയില്ല. അത് കണ്ട് ഇവരെ നോക്കാൻ കരുതി ഒരു നാള് മഹാവിഷ്ണു വൈകുണ്ഠർ ഒരു സ്വാമിയായിട്ടാണ് വരെയാണ്. വരുമ്പോൾ ഈ മുസ്ലിം പിള്ളേരും ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് അവിടെയും ഒരു ലബ്ബയുണ്ട്. അവിടെയുള്ള ലബ്ബയും നല്ല കഴിവുറ്റവനാണ്. അത് മുപ്പുരക്കോട്ടയിൽ ഈ വന്നങ്ങനെ ഒരു ആൽമരം എന്ന് പറഞ്ഞാൽ വടവൃക്ഷമാണ്. ഈ വടവൃക്ഷത്തിൻ്റെ തണലിൽ അങ്ങേര് വന്ന് അവിടെ ഇരിക്കുക. അപ്പോഴിങ്ങനെ കയ്യിൽ ഒരു മുന്തയും കിണ്ടിയുണ്ട്, വെള്ളം കുടിക്കുന്നവർക്ക് വേണ്ടി. മുനിമാരെ കയ്യിൽ അത് കാണുമല്ലോ, മുനിയായിട്ടല്ലേ വേണ്ടത്. ഇവർ ഭയങ്കര ഉപദ്രവമായിരുന്നു. മീനുകൾ വരെ പിടിച്ച് കൊണ്ടുവന്ന് കെട്ടി ഇങ്ങനെ ദീക്ഷയിൽ മീനിനെയൊക്കെ പിടിച്ച് കെട്ടിവിടും. മുഖത്ത് തൊപ്പും ഇങ്ങനെ ഭയങ്കരമായ പാടുപടുത്തി. അപ്പോഴെന്തരിയത് ഈ ആള് ഭയങ്കര കൂട്ടമുണ്ട്. ഈ എല്ലാ 64 ഗ്രാമം 64 കുടുംബങ്ങളും മൊത്തം വിചാർന്നു ഇവിടെ വന്നുകൂടി. ഉടനെ തന്നെ ഈ സ്വാമി ഈ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് 4 വർഷത്തിൽ ദേഷ്യം വന്നങ്ങ് ഇറങ്ങി. 4 വർഷത്തിലുള്ള 4 വർഷം എന്ന് പറഞ്ഞാൽ വടാവൃക്ഷമാണ്. അതിനുള്ള ഇലകളെല്ലാം പട്ട് അങ്ങ് തൊഴിയാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ലഭ്യ ചോദിച്ചാൽ അങ്ങ് ആരാന്ന് പറഞ്ഞാൽ അങ്ങേ പോലെ ഒരാളാണ് ഞാൻ. ശക്തി ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങേ കൊണ്ട് ഞാൻ തെളിപ്പിച്ചു. ആര്? ഈ മുസ്ലിം ലബ്ബ ഇതിനെ അങ്ങ് തെളിപ്പിച്ചു. ഇനി അങ്ങേക്ക് പറ്റുമോ ചെയ്യാൻ പറഞ്ഞു. ഒരിക്കൽ കൂടെ ഇങ്ങനെ തൊഴിപ്പിച്ചു. ഇലയെല്ലാം തൊഴിപ്പിച്ചത് അടുത്ത ഈ ലബ്ബ വീണ്ടും ജലം തെളിച്ച് വടവൃക്ഷം തിളർത്ത്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ പഴിക്കാണ്, അങ്ങ് തിളപ്പിക്കുമെന്ന് ചോദിച്ചു. ആര്? ഈ മഹാവിഷ്ണു. ഇതാരാണ് നിങ്ങൾക്ക് ഈ വരം തന്നത്? അത് ശിവനാർ തന്ന വരമാണ്. ശിവന് ശക്തിയുള്ള മന്ത്രം വെച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്യണമെന്ന് ഈ ഇസ്ലാമിൻ്റെ ലബ്ബ പറഞ്ഞു. ഞാൻ പറയുന്ന ഉടനെ തന്നെ ഈ സ്വാമി എന്ത് ചെയ്ത് വെള്ളം ജപിച്ച് അങ്ങ് അടിച്ചത് ഇലയെല്ലാം തൊഴിഞ്ഞ് വടവൃക്ഷം ത്വാലികളെല്ലാം അടർന്നങ്ങ് വീഴുന്നു. അങ്ങേക്കൊന്ന് തെളിപ്പിക്കാൻ പറ്റുമെന്ന് കേട്ട് ലബ്ബയ്ക്ക് പറ്റില്ല. ശരി, ഞാൻ പറയുന്ന നിങ്ങൾക്കനുസരിച്ചാൽ നിങ്ങൾക്ക് 4 വേദവും മന്ത്രവും ശുദ്ധമായ മന്ത്രവും ഞാൻ തരും എന്ന് മഹാവിഷ്ണു പറയുകയാണ്. പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ തെളിപ്പിക്കാൻ ലബ്ബ വിചാരിച്ചിട്ട് സാധിച്ചില്ലല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ചെയ്യുമല്ലോ. മന്ദിശിവനാർന്ന നാറശിവലിംഗം വേണ്ട. അതിനെ തോണ്ടി വേരോടെടുത്ത് തറയിൽ വിടരുത്. വേരോടെ പിഴുതെടുത്ത് സമുദ്ര വൻതരയ്ക്ക് അപ്പുറത്തിടാൻ പറയും. ഉടനെ ഇവര് ശിവലിംഗം തോണ്ടിയെടുത്ത് അപ്പുറത്ത് കൊണ്ട് വൻതരയ്ക്ക് അപ്പുറത്ത് കൊണ്ടിടാൻ പോകുന്നതും ഈ സ്വാമിയെ കാണുമല്ലോ, ഒരു ഗരുഡൻ വന്ന് അത് ശിവലിംഗം കൊത്തിക്കൊണ്ടങ്ങ് പോവുകയും ചെയ്യും. ഉടനെ തന്നെ ഈ 64 ഗ്രാമങ്ങളെന്ന് പറയുന്ന 64 കുടുംബം ഉണ്ടായിരുന്നത് ഇതെല്ലാം തീ പിടിച്ച് മുപ്പുരക്കോട്ട കംപ്ലീറ്റ് നശിച്ചു. ഇത് ചരിത്രത്തിലുള്ളതാണ്. തമിഴ്നാട്ടിനകത്താണ് മുപ്പുരക്കോട്ട ഉള്ളത്. അങ്ങനെയാണ്. ഇതാണ് യുദ്ധകാണ്ഡത്തിൻ്റെ മൂട്. അങ്ങനെ തിരുപുരത്തെ കനലായി എരിത്ത ഈശൻ ചെമ്മലരായി എന്നാണ് ശിരവിൽ കൊണ്ട് ശിവൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. വരുമ്പുവിയിൽ മനുഷ്യർക്ക് ശുരമായി വന്നാൽ വരലാറ് കൂറും വകை തെളിവായി ചെല്ലും. അരുമ്പുവിയിൽ അവയിലുള്ള പൊരുളും പെറ്റ അരുൾ പെറ്റ പൊരുൾ പടയ്ത്തോൻ തന്നെ പോറ്റി പെരുവയുള്ള ചിത്തർ 18 പേരും പെറ്റവരും കറ്റവരും കാപ്പുത്താൽ താനാകും ദേവേന്ദ്ര സദസ്സിലേതാൻ ഊർവശിയും രമ്പയുമായി നടനം ചെയ്യുക. തേനാക വർണ്ണവരും 4 കെട്ടും ദയവാഹ കണ്ട് ദേവേന്ദ്രൻ. അങ്ങനെ യുദ്ധകാണ്ഡം എന്ന് പറയുന്നതിൻ്റെ മൂട്ടിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത്. ആദ്യം അവിടെ നശിപ്പിച്ചതും അത് തിരിച്ച് ബാണാസുരന് വരം കൊടുത്തതും പിന്നെ ജ്വരരോഗം ഉണ്ടായതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ശരദിനെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ കൊടുത്തിരുന്നത്. 2 സെക്കൻഡ് കൊണ്ടുപോയിടും. ഈ ആൾക്കാർ കാണുന്നവരെ ഇങ്ങനെ മൂക്കടച്ച് ഇപ്പുറത്ത് മൂക്കടച്ച് അത് ഇങ്ങനെയൊന്നും 10-30 സെക്കൻഡ് 30 സെക്കൻഡ് നിന്നെടുക്കാണ്ട് 2 സെക്കൻഡ്. അത് എൻ്റെ ഒരു ശിഷ്യൻ 23 വയസ്സ് പ്രായമേ ഉള്ളൂ, അഭിഷേക്. അത് നാളെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അഭിഷേക്. അവൻ ഒരു സാധു കുട്ടിയാണ്. അവൻ
അവൻ 12ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ട്, ഇപ്പം പിന്നെ ഡിഗ്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, വേറെയൊക്കെ പല ടെക്നിക്കൽ വിദ്യ പഠിച്ചിട്ടുണ്ട്. ഒരു 5-6 വർഷം കൂടെ കൊണ്ട്, എത്ര വർഷമാണ് ഇത്? 5-6 വർഷം കഴിഞ്ഞില്ലേ? 5-6 വർഷം കൊണ്ട് എൻ്റെ കൂടെ എന്നോടൊപ്പമാണ്. അത് കണ്ട് എനിക്കുള്ള ഈ തൊഴിലുകളൊക്കെ അവനെ ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെ വിട്ട് ഞാൻ കാണിക്കുക. അല്ലാതെ ഈ കാണിക്കുന്നവർക്കറിയാം എല്ലാവർക്കും മൂക്കടച്ച് വെച്ചിട്ടാണ് 2 സെക്കൻഡ് കൊണ്ട് മാറ്റുന്നതും എല്ലാം അറിയാമെന്നുള്ളത്. ഒരു മൂക്കടയ്ക്കണ്ട, 2 സെക്കൻഡ്, ഈ 5 സെക്കൻഡ് കൊണ്ടും ആണ് നമ്മൾ മാറ്റും. അവർ 2 മൂക്കടച്ച് വെച്ചിട്ട് ഒരു മൂക്കടച്ച് വെച്ചിട്ട് അവർക്ക് 10-30 സെക്കൻഡ് എടുക്കണമെന്നൊന്നുമില്ല. വെറും 5 സെക്കൻഡ് വേണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.